അപ്പോൾ കീമിൻ്റെ 2024 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ അവൈലബിൾ അല്ല സ്റ്റേറ്റ് മെറിറ്റ്. എങ്കിലും ബാക്കിയുള്ള റാങ്കുകളിൽ ഏകദേശം നിങ്ങൾക്കൊരു 20,000-നടുത്ത് റാങ്ക് ഉണ്ടെങ്കിൽ തന്നെ 20,000-ന് മുകളിൽ തന്നെ റാങ്ക് ഉണ്ടെങ്കിൽ എല്ലാ കാറ്റഗറി റിസർവേഷനുള്ള ആളുകൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തെന്താണ്, കോഴിക്കോടിലാണെങ്കിൽ തന്നെ കാറ്റഗറി റിസർവേഷനുള്ള ആളുകൾക്ക് ഒരു 15,000-ന് മുകളിൽ റാങ്കുള്ള ആർക്കും കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂറിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ്. കാറ്റഗറി റിസർവേഷനുള്ള ആളുകൾക്ക് 15,000-ന് മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കണ്ണൂരിൽ മെക്കാനിക്കൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ബാക്കി 2 കോളേജിലും 10,000-നടുത്താണ് സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്നത്. RITയിലാണെങ്കിൽ നിങ്ങൾക്കൊരു 10,000-ന് മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ മിക്ക കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെയാണ് മാറത്തനീഷ്യസ് കോളേജിലെയും അവസ്ഥ. 10,000-ന് മുകളിൽ നിങ്ങൾക്ക് റാങ്ക് ഉണ്ടെങ്കിൽ ഏതൊരു കാറ്റഗറി RITയിലെയും MSCയിലെയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ പോലും 10,000-ന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. NSSും അതുപോലെയൊക്കെ തന്നെയാണ്. 15,000-ന് മുകളിലുള്ള ആർക്കും റിസർവേഷനിൽ കിട്ടും. പാലക്കാടും അതേ അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ 5,000-ന് മുകളിൽ റാങ്കുള്ള ആർക്കും അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. TKM കൊല്ലത്തിലും അതുപോലെ തന്നെയാണ് 5,000-ന് മുകളിൽ അല്ലെങ്കിൽ 6,000-ന് മുകളിലുള്ള ആർക്കും അവിടെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടണിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടെ 8,000-ന് മുകളിൽ നിങ്ങൾക്ക് റാങ്ക് ഉണ്ടെങ്കിൽ ഏതൊരു കാറ്റഗറി ആണെങ്കിലും ശരി, ജനറൽ ഉൾപ്പെടെ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് 2,500-ന് മുകളിലാണ് നിങ്ങളുടെ റാങ്കെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വയനാട്ടിൽ 20,000-ന് മുകളിലാണ് നിങ്ങളുടെ റാങ്കെങ്കിൽ ഏതൊരു കാറ്റഗറിയിലുള്ള ആളുകൾക്കും അഡ്മിഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു.